ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ചിങ്ങമാസം 21 തീയതി, അതായത് 2016 സെപ്റ്റംബർ മാസം 6 തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 40 നാഴിക ചോതിയും ബാക്കി വിശാഖവുമാണ്. അപ്പോൾ അതേപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ പതിവുകൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവും പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഡോക്ടർ കുടമാളൂർ ശർമാജി ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ഡോക്ടർ കുടമാളൂർ ശർമാജി, ഞാൻ വിമല കരുനാഗപ്പള്ളിയിൽ നിന്ന് എഴുതുന്നു. ഹസ്ബൻഡ് വിദേശത്താണ്. നല്ല ജോലിയും നല്ല ശമ്പളവുമുണ്ട്. ജീവിത പുരോഗതിയില്ല, സ്വന്തം വീടുമില്ല. അദ്ദേഹത്തിൻ്റെ സമയം ഇപ്പോൾ എങ്ങനെയാണ്? ദോഷകരമാണോ? പരിഹാരം എന്താണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 2 നക്ഷത്രങ്ങളടങ്ങിയ രാശിയാണ് ഇദ്ദേഹത്തിൻ്റെ. മേടരാശിക്കാർക്ക് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം 8ാം രാശിയിൽ ശനി സഞ്ചരിക്കുന്നതിനെ അഷ്ടമത്തിൽ ശനി എന്ന് സംസ്കൃതത്തിലും ജ്യോതിഷ ഭാഷയിലും പറയും. അഷ്ടമത്തിലെ ശനി വെച്ച് നീട്ടും ഭാഗ്യങ്ങൾ തട്ടിമാറ്റപ്പെടും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സാമ്പത്തികപരമായ ഞെരുക്കവും വരവിൽ ചെലവുകളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ ഹാനികളും വന്നുകൊണ്ടിരിക്കേണ്ടതാണ് ഈ രാശിക്കാർക്ക്. പൊതുവേ മേടരാശിക്കാർക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് ദാമ്പത്യപരമായ ക്ലേശങ്ങളും ദമ്പതികൾ തങ്ങളിൽ പരസ്പരം കലഹമോ വിരഹമോ വേർപാടോ കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വരികയോ അല്ലെങ്കിൽ ആശുപത്രി വാസം അനുഭവിക്കേണ്ടതായിട്ട് വരുമോ, ഇതൊന്നുമല്ലെങ്കിൽ അതത്രമാത്രം അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ ദമ്പതികൾ തങ്ങളിൽ ദമ്പതികളുടെ കുടുംബക്കാർ തങ്ങളിലും കലഹമോ വിരഹമോ വേർപാടോ സ്പർദ്ധയോ ഏതെങ്കിലും വന്നിരിക്കേണ്ട കാലമാണ്. പലവിധ തൊഴിലുകളിൽ ചെന്ന് ചാടിയിട്ട് പലതിലും ഉറപ്പിക്കാൻ സാധിക്കാതെ പിന്തിരിയുകയോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമോ വന്നു. പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്കാണ് ഈ ദോഷങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കോ തത്തുല്യമായ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കോ മിന്നൽ പരിശോധനയിൽപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണ സംബന്ധമായിട്ടുള്ള വിധേയത്തിലോ അല്ലെങ്കിൽ ഒറ്റ ചതി മുതലായവയിലോ അല്ലെങ്കിൽ മേൽ അധികാരികളുടെയോ സഹപ്രവർത്തകരുടെയോ ഉപദ്രവത്താലോ ഏതെങ്കിലും തരത്തിലുള്ള വയ്യാവേലികൾ ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധമായിട്ട് വരികയും തടസ്സങ്ങളുണ്ടാവുകയും അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള സേവന വേതന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നീതിന്യായാസനങ്ങളെ തേടേണ്ടതായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമരമുറകൾ തേടേണ്ടതായിട്ടോ വരുന്ന ഒരു കാലഘട്ടവുമാണ്. സാമ്പത്തികപരമായ കൊടുക്കൽ വാങ്ങലുകളിലും വസ്തു, വാഹനം, വീട് ഇവ സംബന്ധിച്ചും അതുപോലെ തന്നെ ഉദ്യോഗ സംബന്ധമായിട്ടും വിദേശ സംബന്ധമായിട്ടും ഒക്കെ പരിശ്രമിച്ച് ധനം മുടക്കേണ്ടി വരുന്നവർക്കും ഒന്നുകൂടെ പുനഃപരിശോധന ചെയ്തു വേണം സാമ്പത്തിക ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ നടത്തുവാനായി. എല്ലാ ഇടപാടുകളിലും നഷ്ടകഷ്ടങ്ങളോ അതുപോലെ നിർഭാഗ്യങ്ങളോ ഏതെങ്കിലും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. എന്നുവരികിലും 2017 ജനുവരി 26 മുതൽ അഷ്ടമശനിയുടെ കാഠിന്യം മാറിക്കിട്ടുന്നതും ഭാഗ്യത്തിലേക്ക് ശനി വരുന്നതുമാകുന്നു. എങ്കിലും 2017 ആഗസ്റ്റ് മാസത്തിന് ശേഷമായിരിക്കും ഈ രാശിക്കാർക്ക് പൊതുവെ സാമ്പത്തികപരവും തൊഴിൽപരവും കുടുംബപരവും ഭരണപരവും ആയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അതുവരെ ശനിപ്രീതി വരുത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ അവനവൻ്റെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുകയും നൊയമ്പ് എടുക്കുകയും അതുപോലെ സസ്യാഹാരാദികൾ കഴിച്ച് മുന്നോട്ട് പോവുകയും ശനിയാഴ്ച ദിവസം ശാസ്ത്ര ശിവക്ഷേത്രാദി ദേവാലയങ്ങളിൽ നീരാഞ്ജനം മുതലായിട്ടുള്ള വഴിപാടുകൾ, കുവളമാല, ജലധാര മുതലായവ നടത്തി വരികയും നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തൻ നമാമി ശനീശ്വരം ഇന്നിത്യാദി ശനിസ്തോത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാർച്ചനകളോ ശനി യന്ത്രങ്ങളോ ഇന്ദ്രനീലരത്നങ്ങളോ ഒക്കെ ധരിക്കുന്നത് നല്ലതാണ്. ഒരു കാഠിന്യങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. 2017 ആഗസ്റ്റ് മാസത്തോടു കൂടി വ്യാജസ്ഥിതി അനുകൂലമായി വരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ഒരു നിവൃത്തി ഉണ്ടാവും. പ്രത്യേകിച്ച് താമസ സ്ഥലം, അതുപോലെ തന്നെ വീടും വസ്തുക്കളും ഇല്ലാത്തവർക്ക് വീടും വസ്തുക്കളും ഉണ്ടാവാനുള്ള യോഗം, അതുപോലെ തന്നെ വീടൊക്കെ എക്സ്റ്റൻഷൻ ചെയ്യണം, അല്ലെ 2ാം നില മുതലായതൊക്കെ പണിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം, വിദേശ സംബന്ധമായ ജോലിക്കൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുന്നവർക്കും സാമ്പത്തികം നഷ്ടപ്പെട്ടിരിക്കുന്നവർക്കും പുതിയ രാജ്യത്തേക്ക് പുതിയ റെക്കമെൻഡുകളോടുകൂടി പോകുവാനുള്ള യോഗങ്ങളും ജോലി സ്വീകരിക്കാനുള്ള യോഗങ്ങളും ഉണ്ട്. അവിവാഹിതർക്ക് വിവാഹാദി മംഗളകർമ്മ സിദ്ധി, അതുപോലെ തന്നെ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പ്രമോഷൻ, ഗ്രേഡ് വർധനവ് ഇത്യാദികളും. പൊതുവെ ദേവാലയ ദർശന യോഗം, തീർത്ഥയാത്ര, ഉല്ലാസയാത്ര, മംഗളയാത്ര, മംഗല്യയാത്ര, വിദേശയാത്ര ഇത്യാദി യാത്രാദികളും നടന്നിരിക്കേണ്ട സമയങ്ങളാണ്.
2017 ജനുവരി മുതൽ കാലം മെച്ചപ്പെടും. 2017 ആഗസ്റ്റ് മാസം കഴിയുന്നതോടുകൂടി തൊഴിൽപരവും ഇപ്പോഴത്തെ ഈ സങ്കടങ്ങളും നിങ്ങളെ നിവർത്തിക്കുന്നതാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം